ഗാസ മുനമ്പിൽ ഇസ്രായേലിന്റെ യുദ്ധ ഭീകരത, ഹമാസിനെ തുടച്ചു മാറ്റാനുള്ള ഇസ്രായേലിന്റെ യുദ്ധ ഭീകരത കണ്ടും കേട്ടും അതിന്റെ ഭീകരത അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ ഭാരതീയരും. ഇപ്പോൾ നമ്മളും അത്തരം ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണോ? പലരുടെയും മനസ്സിൽ ഇന്നുയർന്ന ചോദ്യം അതാണ്. കാരണം മെയ് 7-ാം തീയതി ഭാരതം മോക്ക് ഡ്രിൽ നടത്താൻ ഒരുങ്ങുകയാണ്. 1971 ശേഷം, അര നൂറ്റാണ്ടിന് ശേഷമുള്ള ആദ്യത്തെ മോക്ക് ഡ്രിൽ. ഈ മോക്ക് ഡ്രില്ലിലൂടെ പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ, യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. അപ്പോൾ ഭാരതം ഇസ്രായേലിന്റെ മാതൃക സ്വീകരിച്ച് പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരെ ആഞ്ഞടിക്കാൻ തീരുമാനിച്ചോ? ഈ ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത്. അങ്ങനെ ഒരു തീരുമാനം ഭാരതം എടുത്താൽ ഭാരതത്തിലെ ജനങ്ങളെ സുരക്ഷിതരാക്കേണ്ടത് ഭാരത സർക്കാരിന്റെ ഏറ്റവും വലിയ കർത്തവ്യമാണ്. ആ കർത്തവ്യത്തിന് മുന്നോടിയായിട്ടാണോ നാളത്തെ മോക്ക് ഡ്രിൽ എന്ന ചോദ്യം ഉയരുകയാണ്. തികച്ചും ന്യായമായ ചോദ്യം. ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഭാരതീയരുടെ, ഓരോ ഭാരതീയരുടെയും സുരക്ഷ, അവർ എങ്ങനെയായിരിക്കണം ഈ യുദ്ധ സമയത്ത് സ്വീകരിക്കേണ്ട പ്രോട്ടോകോളുകൾ എന്നതിനെ കുറിച്ചൊക്കെ തന്നെയാണ് നാളത്തെ മോക്ക് ഡ്രില്ലിലൂടെ വിശദമാക്കുന്നത്. എന്തായാലും അത്തരമൊരു തീരുമാനം ഭാരത സർക്കാർ എടുത്താൽ ഇനി ഒരു തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കാൻ ബാക്കി വെക്കാതെ സകലതിനെയും തീർത്തുകളയും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ അന്നു മുതലേ പഹൽഗാമിൽ ഇത്തരമൊരു പ്രശ്നം നടന്നപ്പോൾ, ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടന്നപ്പോൾ മുതൽ തന്നെ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ തിരിച്ചടി എന്നത് കാത്തിരുന്നവരാണ്. നമ്മളെല്ലാവരും പല കാര്യങ്ങളും ഊഹിച്ചു. ഇതിനു മുൻപുള്ള പല കാര്യങ്ങളുടെയും ചുവട് പിടിച്ച് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ഊഹിച്ചു. പക്ഷെ നമ്മൾ ആരും ഊഹിക്കാത്ത വിധത്തിൽ ആ സമയത്തെല്ലാം നമ്മുടെ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള ആ മൂവർ സംഘം പലയിടത്തും വെച്ച് പല മുന്നറിയിപ്പും പാകിസ്ഥാന് പല രീതിയിലും നൽകി. ഇതിനെ തിരിച്ചടിച്ചിരിക്കും, ഇതിനൊരൊറ്റ ആൾക്ക് പോലും പകരം വെക്കാതെ, ബാക്കി വെക്കാതെ തിരിച്ചടിച്ചിരിക്കുമെന്ന മുന്നറിയിപ്പ് പല ഭാഗത്തു നിന്നും നമ്മുടെ സൈന്യങ്ങൾക്കുൾപ്പെടെ പ്രചോദനമാകുന്ന രീതിയിൽ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ പലതരത്തിലുള്ള സന്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. അപ്പോഴും നമ്മൾ എല്ലാവരും ചോദിച്ചു, എപ്പോൾ, എങ്ങനെ, എന്തുകൊണ്ട് അത് ഇത്രയും താമസിക്കുന്നു എന്നത്. എന്നാൽ എല്ലാം സുസജ്ജമാക്കി, കര, നാവിക, വ്യോമസേനയെ എല്ലാ അർത്ഥത്തിലും സുസജ്ജമാക്കി ഇതാ ഭാരതത്തിലെ ജനങ്ങളെ സുരക്ഷിതരാക്കാനുള്ള അവസാന അടവുകളും എടുത്ത് ഭാരതം ഒരുങ്ങുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം വർദ്ധിച്ചു വരികയാണെന്ന് നമുക്കറിയാം. യുദ്ധ സാധ്യതകൾക്കിടയിൽ പൊതുജനം എങ്ങനെ പെരുമാറണം എന്ന് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം എടുത്തതൊരു വലിയ തീരുമാനം തന്നെയാണ്. യുദ്ധ സൈറണുകൾ, അത് തിരിച്ചറിയണം, അത് തിരിച്ചറിയാൻ ആളുകളെ പഠിപ്പിക്കണം. അത്തരം സാഹചര്യങ്ങളിൽ സ്വയം എങ്ങനെ സംരക്ഷിക്കാമെന്ന അവബോധം സൃഷ്ടിക്കുന്നതിനും എല്ലാ സംസ്ഥാനങ്ങളും സൈറണുകൾ മുഴക്കണം എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ന് മുംബൈയിലെ ദാദറിലെ ആന്റണി ഡിസിൽവ ഹൈസ്കൂളിൽ സൈറൺ മുഴക്കി ഒരുക്കങ്ങൾ അവലോകനം ചെയ്തിരുന്നു. ഈ സമയത്ത് യുദ്ധ സൈറൺ കുറച്ചുനേരം മുഴങ്ങിക്കൊണ്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ മോക്ക് ഡ്രില്ലിനുള്ള ഒരുക്കങ്ങൾ നടത്തി. ഗുജറാത്ത് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും മോക്ക് ഡ്രില്ലുകൾ നടത്തി ഒരുക്കങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. യുദ്ധസമയത്ത് യുദ്ധ സൈറൺ മുഴങ്ങുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു വ്യോമാക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ഒരു സൈറൺ മുഴക്കും. അതിനു പുറമെ വ്യോമസേനയുമായുള്ള റേഡിയോ ബന്ധം സജീവമാക്കുന്നതിനും ആക്രമണ സമയത്ത് സിവിൽ ഡിഫൻസിന്റെ തയ്യാറെടുപ്പ് പരിശോധിക്കുന്നതിനും ആക്രമണ സമയത്ത് ബ്ലാക്ക് ഔട്ട് വ്യായാമങ്ങൾ നടത്തുന്നതിനും കൺട്രോൾ റൂമിന്റെ തയ്യാറെടുപ്പ് പരിശോധിക്കുന്നതിനും ഒക്കെയാണ് ഈ സൈറണുകൾ മുഴക്കുന്നത്. എന്നാൽ യുദ്ധ സൈറൺ മുഴങ്ങിയാൽ എന്ത് ചെയ്യണം? ആദ്യം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോയി സ്വയം രക്ഷിക്കുക. 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ സുരക്ഷിത സ്ഥാനത്തെത്തുക. സൈറൺ മുഴങ്ങിയാൽ പരിഭ്രാന്തരാകരുത്. സൈറൺ മുഴങ്ങുമ്പോൾ തന്നെ തുറസായ സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ടിവിയിലും റേഡിയോയിലും വരുന്ന അറിയിപ്പുകൾ ശ്രദ്ധയോടെ കേൾക്കുക. യുദ്ധ സൈറൺ എങ്ങനെ തിരിച്ചറിയാമെന്ന് കൂടി പറയാം. യുദ്ധസമയത്ത് മുഴങ്ങുന്ന യുദ്ധ സൈറൺ 2 മുതൽ 5 കിലോമീറ്റർ വരെ അകലെ കേൾക്കാം. യുദ്ധ സൈറൺ ഒരു സാധാരണ അലാറം പോലെ ആയിരിക്കും, പക്ഷേ അത് ആംബുലൻസ് സൈറണിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. 120 മുതൽ 140 ഡെസിബൽ വരെ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഉച്ചത്തിലുള്ള മുന്നറിയിപ്പ് സംവിധാനമായിരിക്കും ഇത്. ആക്രമണത്തിന് മുൻപ് വ്യോമാക്രമണത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും വ്യക്തമായി എന്തിനാണ് നരേന്ദ്രമോദി സർക്കാർ ഇത്രയും കാലതാമസമെടുത്തത്. എല്ലാ വശങ്ങളിലും എല്ലാ പഴുതുകളും കൊട്ടിയടച്ച് എല്ലാവരെയും സുരക്ഷിതരാക്കി, ഭാരതത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കി, തീവ്രവാദത്തിലൂടെ ഭാരതത്തിനെ തറപ്പറ്റിക്കാൻ ഒരുങ്ങുന്ന, ഭാരതത്തിലെ സാധാരണക്കാരായ നിരപരാധികളായ ജനങ്ങളെ വേട്ടയാടുന്ന പാകിസ്ഥാന്റെ തീവ്രവാദത്തിന് അവസാനത്തെ മറുപടി കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ്, സജ്ജമാക്കുകയാണ് സേനയെ ഭാരതം ഓരോ നിമിഷവും. കാത്തിരിക്കാം നമുക്ക്. ന്യൂസ് ഡെസ്ക് കർമ്മ.